നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങളൊരു വലിയ സ്വപ്നവുമായി മുന്നോട്ട് പോകുമ്പോഴോ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുമ്പോഴോ ഒരു വഴിത്തിരിവിനായി ആഗ്രഹിക്കുമ്പോഴോ ആകാം ഈ വീഡിയോ കാണുന്നത്. ജീവിത വിജയം എന്താണ്? ഒരുപാട് പണമോ വലിയ സ്ഥാനങ്ങളോ അതോ മറ്റെന്തെങ്കിലുമോ ആണോ? നമ്മൾ ഓരോരുത്തർക്കും വിജയത്തിന്റെ നിർവചനം വ്യത്യാസമാണ്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, സന്തോഷകരവും അർത്ഥവത്തുമായ ഒരു ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തെടുത്ത് നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറുന്നതാണ് യഥാർത്ഥ വിജയം. നിങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, എവിടേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുമല്ലേ? അതാണ് ജീവിതവും. നമ്മുടെ ഒന്നാമത്തെ രഹസ്യം ഇതാണ്: ഫൈൻഡ് യുവർ പർപ്പസ്. നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തുക. ലക്ഷ്യമില്ലാത്ത കപ്പൽ കാറ്റിനനുസരിച്ച് ഒഴുകി നടക്കും. ലക്ഷ്യമുള്ള കപ്പലാകട്ടെ കൊടുങ്കാറ്റിലും അതിജീവിച്ച് മുന്നോട്ട് പോകും. നിങ്ങളുടെ ജീവിതത്തിന് എന്ത് സംഭാവനയാണ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ സമൂഹം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്നു. സമൂഹം നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലല്ല കാര്യം, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നതിലായിരിക്കണം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം കേവലം പരീക്ഷ പാസ്സാകുക എന്നതാകരുത്, ലോകോത്തര നിലവാരമുള്ള അറിവ് നേടുക എന്നതാകണം. ഒരു സംരംഭകനാണെങ്കിൽ പണം നേടുക എന്നതിലുപരി ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരിക്കണം ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം ചെറുതായി തുടങ്ങാം, പക്ഷേ അതിന് ആഴവും അർത്ഥവും ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തെ നയിക്കേണ്ടത് ഈ ലക്ഷ്യമാണ്. ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര പകുതി വിജയകരമായി കഴിഞ്ഞു. ലക്ഷ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? പലരും പറയും കഠിനാധ്വാനം ചെയ്യണം എന്ന്. ശരിയാണ്, പക്ഷേ കഠിനാധ്വാനത്തെക്കാൾ പ്രധാനം സ്ഥിരതയും അച്ചടക്കവുമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ രഹസ്യം: കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. ചെറിയ ശീലങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക. വിജയം എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, അത് ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ ആകെത്തുകയാണ്. ഒരു ദിവസം 8 മണിക്കൂർ പഠിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് എല്ലാ ദിവസവും കൃത്യമായി 2 മണിക്കൂർ പഠിക്കുന്നത്. അച്ചടക്കം എന്നാൽ നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവാണ്. ഉദാഹരണത്തിന്, തണുപ്പുള്ള പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകില്ല, പക്ഷേ നിങ്ങൾ എഴുന്നേൽക്കുന്നു. അതൊരു വിജയമാണ്. സ്ഥിരത എന്നാൽ നിർത്താതെ മുന്നോട്ട് പോകാനുള്ള കഴിവാണ്. നിങ്ങൾ ഒരു വലിയ മലയുടെ മുകളിലാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും ഒരു ചുവട് മാത്രം മുന്നോട്ട് വെച്ചാൽ മതി. ഒരു ദിവസം നിങ്ങൾ അവിടെ എത്തും. ക്ഷീണിച്ചു പോകുമ്പോൾ പോലും മുന്നോട്ട് വെക്കുന്ന ഓരോ ചെറിയ ചുവടാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ദിവസേനയുള്ള ജോലികളായി വിഭജിക്കുക. അതിനായി ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്ക് പാലിക്കുമ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറയാണത്. വിജയത്തിലേക്കുള്ള പാത ഒരിക്കലും എളുപ്പമായിരിക്കില്ല. വീഴ്ചകളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, ഒറ്റപ്പെടലുകളുമുണ്ടാകും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ രഹസ്യം: എംബ്രേസ് ഫെയിലിയർ. പരാജയത്തെ ഭയപ്പെടാതെ സ്വീകരിക്കുക. പരാജയം എന്നത് ഫീഡ്ബാക്ക് മാത്രമാണ്, അവസാനമല്ല. പലരും പരാജയം വരുമ്പോൾ നിരാശനായി പിൻവാങ്ങുന്നു. കാരണം പരാജയത്തെ അവർ ഒരു ശാപമായി കാണുന്നു. ലോകത്ത് വിജയിച്ച എല്ലാ ആളുകളുടെയും കഥയെടുത്ത് നോക്കിയാൽ പരാജയങ്ങളുടെ വലിയൊരു പരമ്പര അതിലുണ്ടാകും. തോമസ് എഡിസൺ ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കാൻ ആയിരക്കണക്കിന് തവണ ശ്രമിച്ചു, പക്ഷേ ഒരുപാട് തവണ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം അവസാനം വിജയിച്ചു. JK റോളിങ്ങിന്റെ ഹാരി പോട്ടർ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കുറേയധികം പ്രസാധകർ അതിനെ നിരസിച്ചു. അവർ പരാജയപ്പെട്ടില്ല. അവർക്ക് വർക്കൗട്ടാകാത്ത വഴികൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയായിരുന്നു. നിങ്ങൾ വീണുപോയാൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇതാണ്: ആദ്യം സ്വയം എഴുന്നേൽക്കുക. രണ്ടാമത്, നിങ്ങൾ എവിടെയാണ് തെറ്റിയത് എന്ന് പഠിക്കുക. മൂന്നാമത്, മറ്റൊരു വഴിയിൽ വീണ്ടും ശ്രമിക്കുക. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ ഏറ്റവും നല്ല ഗുരുക്കന്മാരാണ്. അവയെ ഭയപ്പെടാതെ അഭിമുഖീകരിക്കുക. പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ വീണുപോയി എന്ന് പറയുന്നതിന് പകരം ഇതെന്നെ പഠിപ്പിച്ചു എന്ന് പറയുക. ഈ മനോഭാവമാണ് നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. നമ്മൾ സംസാരിച്ച ഈ 3 കാര്യങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് നമ്മുടെ നാലാമത്തെ രഹസ്യം: ദ പവർ ഓഫ് മൈൻഡ് സെറ്റ്. മനോഭാവമാണ് ശക്തി. നിങ്ങളുടെ മനസ്സ് ഒരു ശക്തമായ ഉപകരണമാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് സത്യമാകും. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതും സത്യമാകും. പോസിറ്റീവ് മനോഭാവം വെറുമൊരു വാക്കല്ല, അത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും തീരുമാനങ്ങളിലും പ്രതിഫലിക്കുന്ന ഒരു ജീവിത രീതിയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുക. സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കാൻ അനുവദിക്കരുത്. എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഞാൻ പഠിക്കും, ഞാൻ വളരും, ഞാൻ വിജയിക്കും. ഈ വാക്കുകൾ ദിവസവും നിങ്ങളോട് തന്നെ പറയുക. ചുറ്റുമുള്ള നെഗറ്റീവ് ശബ്ദങ്ങളെ അവഗണിക്കുക.
നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിക്കുന്നവരെ അവഗണിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒന്നുകൂടി നിങ്ങൾ മനസ്സിൽ ഓർത്തുവെക്കുക, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തുക. സ്ഥിരമായ അച്ചടക്കത്തിലൂടെ ചെറിയ വിജയങ്ങൾ നേടുക. പരാജയങ്ങളെ പഠിക്കാനുള്ള അവസരമായി കാണുക. നിങ്ങളിൽ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇന്ന് ഈ നിമിഷം തുടങ്ങണം. വെറുതെ ഇരിക്കുകയോ നാളത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യരുത്. നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം കെട്ടിപ്പടുക്കാൻ തുടങ്ങുക. എനിക്കുറപ്പുണ്ട് നിങ്ങൾക്കതിന് സാധിക്കുമെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.